ടൈഗർ സാറ്റ് കണ്ടുപിടിച്ചു. ഇനി ടൈഗർ എന്ന് ഞാൻ വിളിക്കാം. എന്തു രസമായിരുന്നു ഈ ദിവസങ്ങൾ, അല്ലേ? അതെ അതെ, കുറെ നാളുകൂടി ഇപ്പോഴാണ് ഞാൻ സ്വാതന്ത്ര്യം അനുഭവിച്ചത്. അത് കൊള്ളാം. അങ്ങ് ഈ രാജ്യത്തിന്റെ രാജാവല്ലേ, അങ്ങയ്ക്കെന്താണ് സ്വാതന്ത്ര്യക്കുറവ്? ഒക്കെ ശരിയാണ് ടൈഗർ, പക്ഷേ ഇപ്പോൾ പല തീരുമാനങ്ങളും എടുക്കുന്നത് മന്ത്രിമാരായ ആ ഷിക്കാബോയും കക്കാബോയുമാണ്. എനിക്ക് പ്രായമായല്ലോ, അതുകൊണ്ട് പലപ്പോഴും അവരെ അനുസരിക്കേണ്ട ഗതികേടിലാണ് ഞാൻ. അവരേതായാലും ടൂർ പോയത് നന്നായി. കുറച്ചു ദിവസം എനിക്ക് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാമല്ലോ. എങ്കിൽ അങ്ങയ്ക്ക് ആ ഷിക്കാബോയും കക്കാബോയും പിരിച്ചുവിട്ടൂടെ? അയ്യോ, അത് പറ്റില്ല. അവർ പ്രഗത്ഭരായ മന്ത്രിമാരാണ്. അവരെ പിരിച്ചുവിടുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അവരില്ലാതെ രാജഭരണം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. അവർക്ക് വേണമെങ്കിൽ എന്നെ തുറങ്കിലടിച്ച് ഭരണം പിടിച്ചെടുക്കാം, പക്ഷേ അവരത് ചെയ്യുന്നില്ലല്ലോ. ഷിക്കാബോയും കക്കാബോയും വിശ്വസ്തരാണ്. അങ്ങ് പടിഞ്ഞാറൻ ദേശത്ത് ഒരു രാജാവിനെ തുറങ്കിലടയ്ക്കാതെ തന്നെ മന്ത്രി തടവിലാക്കിയ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെ? ബുദ്ധിമാനായ ആ മന്ത്രി തന്റെ രാജാവിന് ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു. ആ രാജാവ് പെട്ടെന്ന് തന്നെ ട്വിറ്ററിനും ടിക്ടോക്കിനും ഇൻസ്റ്റഗ്രാമിനും ഒക്കെ അടിമയായി. അലസനായി മാറിയ രാജാവിനെ വറുതിയിലാക്കാൻ മന്ത്രിക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. വൈകാതെ തന്നെ മന്ത്രി ഭരണം ഏറ്റെടുത്തു. അങ്ങനെ എത്രയെത്ര രാജാക്കന്മാരാണെന്നറിയുമോ ഇക്കാലത്ത് മൊബൈൽ ഫോൺ കാരണം വഴിതെറ്റിപ്പോകുന്നത്. ഷിക്കാബോയും കക്കാബോയും അതൊന്നും ചെയ്തില്ലല്ലോ. മൊബൈൽ ഫോൺ അത്ര അപകടകാരിയൊന്നുമല്ല. എന്തിനും ഉപയോഗവും ദുരുപയോഗവുമുണ്ട്. നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതുപോലെയാണ്. ഉദാഹരണത്തിന് കത്തി കൊണ്ട് പച്ചക്കറി അരിയാം, അതുപോലെ ആളെയും കൊല്ലാം എന്ന് കരുതി കത്തി മോശമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ടൈഗർ പറഞ്ഞത് ശരിയാണ്. അങ്ങയ്ക്ക് മൊബൈൽ ഫോൺ ഇല്ലേ? ഇല്ല. എങ്കിൽ അങ്ങയ്ക്ക് ഞാനൊരു ഫോൺ വാങ്ങിത്തരാം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി. അത് വേണോ? ഇതാ കണ്ടോ, അതിർത്തിയിലുള്ള എന്റെ ഒരു സുഹൃത്താണ് എന്നെ വിളിക്കുന്നത്. കണ്ടോ, എത്ര ദൂരത്തു നിന്നും ആളുകൾക്ക് ഈ ചെറിയ ഫോണിലൂടെ വിളിച്ച് ആശയവിനിമയം നടത്താം. അതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. ഹലോ, ടൈഗർ ഹിയർ. എന്താ ടൈഗർ, എന്തു പറ്റി? അത് പ്രഭോ. പറയൂ, എന്താണ് കാര്യം? പ്രഭോ, ശത്രു സൈന്യം നമ്മുടെ രാജ്യത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. എന്ത്? അവർ നമ്മോടൊരു യുദ്ധത്തിന് തയ്യാറായിട്ടാണ് വരുന്നതെന്ന്. അങ്ങിതവിടെ പോയി? പ്രഭോ, ഞാൻ ഇവിടെ ഉണ്ടോ? ഇവിടെ. നമ്മുടെ പട്ടാളക്കാർ ടൂറിലാണെന്ന വിവരം എങ്ങനെയോ ചോർന്നിട്ടുണ്ട്. അതൊന്നും എനിക്കറിയണ്ട. അല്ല, എനിക്കറിയണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കൊന്നും കേൾക്കണ്ട. നീ എത്രയും പെട്ടെന്ന് എന്നെയും രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണം, അല്ലെങ്കിൽ നിന്റെ തലയ്ക്ക് താഴെ കഴുത്ത് കാണില്ല. പോ, ഇത് രാജകൽപ്പനയാണ്, അനുസരിക്കാൻ. പ്രഭോ.